ഒക്കിനാവയിലെ 2ാം ദിവസമാണ്. രാവിലെ തൊട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ പോകുന്നത് ചുരാവുമി അക്വേറിയം കാണാനാണ്. ചുരാവുമി അക്വേറിയം ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. പോകുന്ന വഴിക്കാണ് മാൻസാമോ ക്ലിഫ് എന്ന് പറയുന്ന ഒരു ഐക്കോണിക് സ്പോട്ട്. അവിടെ ഒന്ന് ഇറങ്ങണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒക്കിനാവയിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാറാണ് ഏറ്റവും സൗകര്യം. പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എയർപോർട്ടിനടുത്തുള്ള റെൻ്റൽ കാർ ഷോപ്പിൽ നിന്നാണ് കാർ റെൻ്റ് എടുക്കുന്നതെങ്കിൽ അവർ തന്നെ എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അറേഞ്ച് ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്, മാൻസാമോ ക്ലിഫ്. മാൻസാമോ ഒക്കിനാവയിലെ മോസ്റ്റ് ഐക്കോണിക് ആൻഡ് ഫേമസ് സ്പോട്ടാണ്. ഒരു എലിഫന്റ് ട്രങ്ക് ഷേപ്പാണ് ഇതിൻ്റെ ഒരു ക്ലിഫിന്. ആനയുടെ തുമ്പിക്കൈ പോലെ ഇരിക്കും. ജാപ്പനീസിൽ മാൻ എന്ന് പറഞ്ഞാൽ 10,000 എന്നും സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് എന്നുമാണ്. അപ്പോൾ മാൻസാമോ എന്ന് പറഞ്ഞാൽ എ ഫീൽഡ് വേർ 10,000 ക്യാൻ സിറ്റ് എന്നാണ്. 10,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. ഭയങ്കര കാറ്റായിരുന്നു, ചെറിയ മഴയുണ്ട്. പിള്ളേരൊന്നും നിന്നില്ല, അവരോടി തിരിച്ചുപോയി. എനിക്ക് ഈ കാറ്റും മഴയും കടലും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ കാറ്റൊക്കെ അടിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായിട്ടുള്ള ചുരാവുമി അക്വേറിയത്തിലെത്തി. ജപ്പാനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അക്വേറിയമാണ് ചുരാവുമി അക്വേറിയം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സീ ടാങ്ക് ഉള്ളതും ഇവിടെയാണ്. ഏതാണ്ട് 7.5 മില്യൺ ലിറ്റർ സീ വാട്ടറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവനാണ് കേട്ടോ, വെയിൽ ഷാർക്ക്. ടിക്കറ്റ് നേരത്തെ എടുത്തത് കൊണ്ട് ക്യൂ നിൽക്കണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് നല്ല മഴയായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കയറാൻ തന്നെ 1 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു. ഡോറി നീമോ ഉണ്ടോ നോക്ക്. ഡോറിനെ കണ്ടോ ലൂക്ക? വാവ്. 먹이 주고 있잖아. 모래 먹고
ഇവനാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവനെ കാണാനാണ് നമ്മൾ വന്നത്. താഴെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്താൽ മതി ഇവൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവും. ഈ സൈസ് ഉണ്ടെന്നേ ഉള്ളൂ, ആള് ഭയങ്കര പാവമാണ് കേട്ടോ. 66 മില്യൺ ഇയേഴ്സ് മുമ്പ്, ഏതാണ്ട് ഡൈനോസേഴ്സിന്റെ കാലം മുതൽ ഈ നമ്മുടെ ഭൂമിയിലുള്ളതാണ് ഇവൻ. ഫിഷ് സ്പീഷ്യസിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആണ് വെയിൽ ഷാർക്ക്. എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ആണ്. ചുരാവുമി അക്വേറിയം ഇവനെ പറ്റി റിസർച്ചുകളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടുത്തെ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡോൾഫിൻ ഷോ ആണ്. അക്വേറിയത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടാണ് ഇത് കാണാനായിട്ട് പോകുന്നത്. ഈ ഷോ ഫ്രീ ആണ്, അതുകൊണ്ട് അക്വേറിയം ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇത് കാണാൻ പറ്റും. ഷോയുടെ ടൈം ടേബിൾ ഡീറ്റെയിൽസ് ഒക്കെ അക്വേറിയത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിൽ തിരിച്ചെത്തി. ഇന്നത്തെ ഡിന്നർ ജാപ്പനീസ് സ്റ്റൈൽ യാക്കിനിക്കു ആണ്. യാക്കിനിക്കു എന്ന് പറഞ്ഞാൽ ഗ്രിൽഡ് മീറ്റ് എന്നാണ് അർത്ഥം. ടേബിളിൻ്റെ നടുക്ക് ഇതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള സ്റ്റൗ ഒക്കെ ഉണ്ട്. അതിൽ ചുട്ട് ബാർബിക്യൂ സോസ് കൂട്ടി കഴിക്കണം.